10ാം ക്ലാസ്സിലെ കോർഡിനേറ്റ്സ് അല്ലെങ്കിൽ സൂചക സംഖ്യകൾ എന്ന പാഠത്തിലെ പ്രോബ്ലങ്ങൾ തുടരുന്നു. നമ്മൾ ഡിസ്റ്റൻസ്, രണ്ട് സൂചക സംഖ്യകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് കാണാനുള്ള ഫോർമുലയാണ് നമ്മൾ പഠിച്ചു വെച്ചത്. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എക്സസൈസ്, അതായത് പേജ് നമ്പർ 146 ഒന്നാമത്തെ ക്വസ്റ്റ്യനാണ് നമ്മൾ ആദ്യമായിട്ട് കാണുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: കാൽക്കുലേറ്റ് ദ ലെങ്ത് ഓഫ് ദ സൈഡ്സ് ആൻഡ് ഡയഗണൽസ് ഓഫ് ദ ക്വാഡ്രിലാറ്ററൽ ഓൺ ദ റൈറ്റ്. കാൽക്കുലേറ്റ് ദ ലെങ്ത് ഓഫ് ദ സൈഡ്സ് ആൻഡ് ഡയഗണൽസ് ഓഫ് ദ ക്വാഡ്രിലാറ്ററൽ ഓൺ ദ റൈറ്റ്. ഇവിടെ നമുക്ക് നോക്കാം. ഇവിടെ ഒരു ക്വാഡ്രിലാറ്ററൽ തന്നിട്ടുണ്ട്, കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട് എ ബി സി ഡി. അതിൻ്റെ 4 മൂലകളിലെ കോർഡിനേറ്റ്സും തന്നിട്ടുണ്ട്. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഇതിൻ്റെ ഓരോ സൈഡിലെ ലെങ്ത് കണ്ടുപിടിക്കണം, അതുപോലെ തന്നെ ഡയഗണലിൻ്റെ ലെങ്തും കണ്ടുപിടിക്കണം. ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിച്ച് നമുക്ക് ഇത് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. സോ ലെറ്റ് us do this. In quadrilateral ABCD, സൈഡ്സ് ബി സി, ആദ്യം നമുക്ക് ബി സിയുടെ ലെങ്ത് കണ്ടുപിടിക്കാം. ബി സി, അതായത് ബി എന്ന് പറയുന്നത് -3 -2ഉം സി എന്ന് പറയുന്നത് 1 -2 ആണ് കോർഡിനേറ്റ്സ്. ഫോർമുല നമുക്കറിയാം. √(x1 - x2) + y1 - y2². നമ്മളിത് x1 y1 x2 y2 ആയിട്ട് എടുക്കുകയാണ്. ദാറ്റ്സ് ഈക്വൽ ടു ഇവിടെ x1 എന്ന് പറയുന്നത് -3 ആണ്. -3 ഏതാണ്, x2 എന്ന് പറയുന്നത് -1 ആണല്ലോ. സോ -3 - 1² പ്ലസ് y1 എന്ന് പറയുന്നത് -2, y2 എന്ന് പറയുന്നത് -2 ആണ്. അപ്പം ഇവിടെ 2 മൈനസ് അടുത്ത് വന്നുകൊണ്ട് ഇത് പ്ലസ് ആയി തീർന്നു. സോ നെക്സ്റ്റ് സ്റ്റെപ്പിൽ -3 - 1 എന്ന് പറയുന്നത് -4 ആണല്ലോ. -4² പ്ലസ് -2 + 2 എന്ന് പറയുന്നത് 0 ആണ്. 0². ദാറ്റ്സ് ഈക്വൽ ടു √16 എന്ന് കിട്ടുന്നു. ഈക്വൽ ടു 4 സെൻറ്റിമീറ്റർ. അപ്പോൾ ലെങ്ത് ഓഫ് ബി സി എന്ന് പറയുന്നത് 4 സെൻറ്റിമീറ്റർ ആണ്. ഇനി ലെങ്ത് ഓഫ് എ ബി നമുക്ക് നോക്കാം. ലെങ്ത് ഓഫ് എ ബി, അതായത് എ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് -3 1 ആണ്, ബി എന്ന് പറയുന്നത് -3 -2 ആണ്. എ ബി is equal to സെയിം ഫോർമുല നമ്മൾ അപ്ലൈ ചെയ്യണം. √(x1 - x2² + y1 - y2². നമ്മൾ ഇവിടെ കോർഡിനേറ്റ്സ് അപ്ലൈ ചെയ്യുന്നു. -3 ഇവിടെ അതായത് y1 എന്ന് പറയുന്നത് -3 ആയതുകൊണ്ടാണ് ഇവിടെ പ്ലസ് വന്നത്. മൈനസും മൈനസും അടുത്ത് വന്നപ്പോൾ അത് പ്ലസ് ആയി. അപ്പോൾ -3 +3² + 1 + 2² ദാറ്റ്സ് ഈക്വൽ ടു 0 ആയി പോകുന്നു. ഇവിടെ നമുക്ക് കിട്ടുന്നത് 1 + 2 3 ആണ്. 3² കിട്ടും. 3² എന്ന് പറയുന്നത് 9. ദാറ്റ്സ് ഈക്വൽ ടു 3 സെൻറ്റിമീറ്റർ. സോ ലെങ്ത് ഓഫ് എ ബി എന്ന് പറയുന്നത് 3 സെൻറ്റിമീറ്റർ ആണ്. നെക്സ്റ്റ് സി ഡി. സി ഡി എന്ന് പറയുന്നത് സി കോർഡിനേറ്റ്സ് 1 - 2 ആണ്. ഡി എന്ന് പറയുന്നത് 0 0 ആണ്. സോ നമ്മൾ ഫോർമുല അപ്ലൈ ചെയ്യുന്നു. 1 - 0² പ്ലസ് -2 - 0² ദാറ്റ്സ് ഈക്വൽ ടു 1² + 2² ഇസ് ഈക്വൽ ടു √5. അതായത് ലെങ്ത് ഓഫ് സി ഡി എന്ന് പറയുന്നത് √5 ആണ്. ലാസ്റ്റത്തേത് ലെങ്ത് ഓഫ് എ ഡി. ദാറ്റ്സ് ഈക്വൽ ടു എയുടെ കോർഡിനേറ്റ്സ് -3 1, ഡി എന്ന് പറയുന്നത് 0 0. സോ √(x1 - x2² + y1 - y2² എന്ന് പറയുന്നത് -3 - 0² + 1 - 0² ദാറ്റ്സ് ഈക്വൽ ടു -3² + 1² ഈക്വൽ ടു -3² എന്ന് പറയുന്നത് 9 ആണല്ലോ. 9 + 1² 1. ദാറ്റ്സ് ഈക്വൽ ടു √10 എന്ന് കിട്ടുകയാണ്. ഇനി നമുക്ക് കണ്ടുപിടിക്കാം. അപ്പം നമുക്ക് ക്വാഡ്രിലാറ്ററലിൻ്റെ 4 സൈഡ്സിൻ്റെ ലെങ്ത് കിട്ടി. ഇനി കണ്ടുപിടിക്കേണ്ടത് ഡയഗണൽസിൻ്റെ ലെങ്താണ്. അതായത് എ സി ആൻഡ് ബി ഡി ആണ് ഡയഗണൽസ്. ഫിഗറിൽ അത് കൊടുത്തിട്ടുണ്ട്. എ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് -3 1 ആണ്. സി എന്ന് പറയുന്നത് 1 - 2 ആണ്. അപ്പം എ സി ഇസ് ഈക്വൽ ടു ലെങ്ത് ഓഫ് സെയിം ഫോർമുലയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. x1 - x2² + y1 - y2². ദാറ്റ്സ് ഈക്വൽ ടു -3 - 1² പ്ലസ് 1 പ്ലസ്, അതായത് മൈനസ് പ്ലസ് ആയി 1 + 2² ഇസ് ഈക്വൽ ടു -3 - 1 എന്ന് പറഞ്ഞാൽ -4² പ്ലസ് 3² ദാറ്റ്സ് ഈക്വൽ ടു 16 + 9 ഇസ് ഈക്വൽ ടു 25. √25 സ്ക്വയർ റൂട്ട് എടുത്ത് കഴിയുമ്പോൾ 5 കിട്ടുന്നു. സോ ലെങ്ത് ഓഫ് എ സി എന്ന് പറയുന്നത് 5 സെൻറ്റിമീറ്റർ. ദെൻ നെക്സ്റ്റ് ഡയഗണൽ ഓഫ് ബി ഡി. ബി ഡിയുടെ ലെങ്ത് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. കോർഡിനേറ്റ്സ് -3 - 2, ഡി എന്ന് പറയുന്നത് 0 0. √(-3 - 0² + -2 - 0² ദാറ്റ്സ് ഈക്വൽ ടു -3² + -2² ദാറ്റ്സ് ഈക്വൽ ടു 9 + 4 ഇസ് ഈക്വൽ ടു √13 കിട്ടി. സോ നമുക്ക് ഈ ക്വാഡ്രിലാറ്ററലിൻ്റെ ലെങ്തും കിട്ടി, ഡയഗണലിൻ്റെ ലെങ്തും കിട്ടി, സൈഡ്സിൻ്റെ ലെങ്തും കിട്ടി, ഡയഗണൽസിൻ്റെ ലെങ്തും കിട്ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 2. Prove that by joining the points
2 1 3 4 ആൻഡ് -3 6 വി ഗെറ്റ് എ റൈറ്റ് ട്രയാങ്കിൾ. അതായത് നമുക്കിവിടെ 3 പോയിൻറ്റ്സ് തന്നിരിക്കുകയാണ്, എ ബി സി. ഇത് ജോയിൻ ചെയ്യുമ്പോൾ ഒരു റൈറ്റ് ട്രയാങ്കിൾ ആണ് കിട്ടുന്നതെന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. അത് എങ്ങനെ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും? അതായത് ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിച്ച് സൈഡ്സിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കുന്നു. ഇവിടെ നമ്മൾ പൈതഗോറസ് സിദ്ധാന്തം, പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്ത് നമുക്ക് ഇത് റൈറ്റ് ട്രയാങ്കിൾ ആണെന്നുള്ളത് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. നമുക്ക് ലെങ്ത് നോക്കാം. ലെങ്ത് ഓഫ് എ ബി എന്ന് പറയുന്നത്, എയുടെ കോർഡിനേറ്റ്സ് അറിയാം, ബിയുടെ കോർഡിനേറ്റ്സ് അറിയാം. 2 - 3 ഹോൾ സ്ക്വയർ പ്ലസ് 1 - 4 ഹോൾ സ്ക്വയർ ദാറ്റ്സ് ഈക്വൽ ടു 2 - 3 എന്ന് പറയുന്നത് -1 ഹോൾ സ്ക്വയർ പ്ലസ് -3 ഹോൾ സ്ക്വയർ ദാറ്റ്സ് ഈക്വൽ ടു 1 + 9 ഇസ് ഈക്വൽ ടു √10 കിട്ടി. എ ബി എന്ന് പറയുന്നത് √10. ബി സി എന്ന് പറയുന്നത് 3 + 3 ഹോൾ സ്ക്വയർ പ്ലസ് 4 - 6 ഹോൾ സ്ക്വയർ ദാറ്റ്സ് ഈക്വൽ ടു 6 സ്ക്വയർ -2 ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 36 + 4 ഇസ് ഈക്വൽ ടു 40 എന്ന് കിട്ടും. √40 കിട്ടും. അതായത് ലെങ്ത് ഓഫ് ബി സി എന്ന് പറയുന്നത് √40 ആണ്. ഇനി ലെങ്ത് ഓഫ് എ സി എന്ന് പറയുന്നത് 2 + 3 ഹോൾ സ്ക്വയർ പ്ലസ് 1 - 6 ഹോൾ സ്ക്വയർ ദാറ്റ്സ് ഈക്വൽ ടു 5 സ്ക്വയർ പ്ലസ് -5 ഹോൾ സ്ക്വയർ. അപ്പോൾ നമുക്ക് കിട്ടും 25 + 25 ദാറ്റ്സ് ഈക്വൽ ടു √50 കിട്ടി. അതായത് പൈതഗോറസ് തിയറം നമുക്കറിയാം, ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ആണ്. സോ ഇവിടെ നമുക്ക് നമ്മൾ തന്നെയാണ് ഇവിടെ തീരുമാനിക്കുകയാണ്, അസൈൻ ചെയ്യുകയാണ് ഏതാണ് ലെങ്ത് കൂടുതലുള്ള നമ്മൾ ഹൈപ്പോട്ടന്യൂസ് ആയിട്ട് എടുത്തു. അപ്പോൾ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ എന്ന് പറയുന്നത് ഇവിടെ 50 വരും. അതായത് √50 × √50 എന്ന് പറയുന്നത് 50 ആണല്ലോ. ദെൻ എ ബി സ്ക്വയർ ബി സി സ്ക്വയർ, അതായത് √10 സ്ക്വയർ പ്ലസ് √40 സ്ക്വയർ എന്ന് പറയുന്നത് √10 സ്ക്വയർ 10 ആണ്, √40 സ്ക്വയർ എന്ന് പറയുന്നത് 40 ആണ്. അപ്പോൾ 40 + 10 എന്ന് പറയുന്നത് 50. സോ വി ഒബ്റ്റെയിൻ എ റൈറ്റ് ട്രയാങ്കിൾ. നമുക്ക് റൈറ്റ് ട്രയാങ്കിൾ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കിത് റൈറ്റ് ട്രയാങ്കിൾ ആണെന്ന് ക്ലിയർ ആവുകയാണ്. Then question number 3. A circle of radius is drawn with the origin as center. ഇവിടെ ക്വസ്റ്റ്യന് 2 പാർട്ട് ഉണ്ട്. ഫസ്റ്റ് പാർട്ട് ഇതാണ്, ചെക്ക് വെദർ ഈച്ച് ഓഫ് ദ പോയിൻറ്റ്സ് വിത്ത് കോർഡിനേറ്റ്സ് 6 9 5 9 6 8 ഈസ് ഇൻസൈഡ് ഔട്ട്സൈഡ് ഓർ ഓൺ ദ സർക്കിൾ. അതായത് ഒരു സർക്കിൾ ഉണ്ട്, അതിൻ്റെ റേഡിയസ് 10 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. ഒരു സർക്കിൾ അതിൻ്റെ റേഡിയസ് 10 സെൻറ്റിമീറ്റർ തന്നിരിക്കുന്നു. 3 കോർഡിനേറ്റ്സ് നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ ഈ കോർഡിനേറ്റ്സ് സർക്കിളിനുള്ളിലാണോ പുറത്താണോ സർക്കിളിലാണോ എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പം രണ്ടാമത്തെ പാർട്ട് ഇതാണ്, റൈറ്റ് ദ കോർഡിനേറ്റ്സ് ഓഫ് 8 പോയിൻറ്റ്സ് ഓൺ ദിസ് സർക്കിൾ. ഈ സർക്കിളിൽ ഉള്ള ഓൺ ദ സർക്കിളിൽ ഉള്ള 8 പോയിൻറ്റ്സ് നമ്മൾ എഴുതുകയും ചെയ്യണം. നമുക്കിവിടെ ഒന്ന് നോക്കാം. അതായത് തന്നിരിക്കുന്ന കോർഡിനേറ്റ്സ് ഇതാണ് 6 9 5 9 6 8. അതായത് ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിച്ച് നമുക്ക് ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് ഒറിജിനും ഇതിലുള്ള ഒരു പോയിൻറ്റുമാണല്ലോ തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിച്ചിട്ട് ലെങ്ത് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇവിടെ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം റേഡിയസ് ഓഫ് ദിസ് സർക്കിൾ എന്ന് പറഞ്ഞാൽ 10 സെൻറ്റിമീറ്റർ ആണെന്നുള്ള കാര്യം മനസ്സിലുണ്ടാകണം. സോ ഫസ്റ്റ് പാർട്ട്, ഡിസ്റ്റൻസ് ഓഫ് ദ പോയിൻറ്റ്സ് 5 9 ഫ്രം ദ സെൻറ്റർ ഓഫ് ദ സർക്കിൾ. അതായത് സെൻറ്ററിൻ്റെ സർക്കിളിൽ നിന്ന് ഈ 5 9 ഇതിൻ്റെ ഡിസ്റ്റൻസ് ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. നമുക്കറിയാം സെൻറ്ററും ഏതെങ്കിലും ഒരു പോയിൻറ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല √(x² + y² ആണ്. സോ ഇവിടെ നമ്മൾ ആ ഫോർമുല അപ്ലൈ ചെയ്യുകയാണ്. √(x² എന്ന് പറയുന്നത് 5² വരുന്നു, y² എന്ന് പറയുന്നത് 9² വരുന്നു. സോ 25 + 81 ദാറ്റ്സ് ഈക്വൽ ടു √106 ആണ് കിട്ടുന്നത്. ഇത് >10 ആണെന്നുള്ളത് വ്യക്തമാണല്ലോ. അതായത് 100 വരുമ്പോഴാണെങ്കിൽ നമുക്ക് √10 എന്ന് കിട്ടുന്നു, >10 ആണ്. രണ്ടാമത്തേത് നോക്കാം, ഡിസ്റ്റൻസ് ഓഫ് ദ പോയിൻറ്റ് 6 9. അതായത് സെൻറ്ററിൽ നിന്ന് 6 9 ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ √(x² + y² എന്ന് പറയുന്നത് 6² + 9² ദാറ്റ്സ് ഈക്വൽ ടു 36 + 81 ഇസ് ഈക്വൽ ടു √117 കിട്ടുന്നു. ദിസ് ഓൾസോ >10 ആണ്. ഡിസ്റ്റൻസ് ഓഫ് ദ പോയിൻറ്റ് 6 8 ഫ്രം ദ സെൻറ്റർ ഓഫ് ദ സർക്കിൾ. അതായത് 6 8 ഫ്രം ദ സെൻറ്ററിൽ നിന്നുള്ള ദൂരമാണ് നോക്കുന്നത്. അത് x² + y² എന്ന് പറയുന്നത് 6², 36 + 64 വരുന്നു. ദാറ്റ്സ് ഈക്വൽ ടു √100 ഇസ് ഈക്വൽ ടു 10 സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്കിവിടെ കൺക്ലൂഡ് ചെയ്യാൻ പറ്റും, നമുക്ക് 3ൻ്റെയും സെൻറ്ററിൽ നിന്നുള്ള ഡിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിച്ചു. ആദ്യത്തേത് >10, രണ്ടാമത്തേയും >10, ലാസ്റ്റത്തേത് അതായത് 6 8 എന്ന പോയിൻറ്റ് നമുക്ക് കിട്ടിയത് 10 ആണ്. അതിൻ്റെ ഡിസ്റ്റൻസ് കിട്ടിയത് 10 സെൻറ്റിമീറ്റർ ആണ്. സോ 5 9 6 9 ആർ ഔട്ട്സൈഡ് ദ സർക്കിളാണ്. ആദ്യത്തെ 2 കോർഡിനേറ്റ്സ് 5 9 6 9 ഔട്ട് ഓഫ് ദ സർക്കിളാണ്. എന്താണ് കാരണം? >10 ആണ്, റേഡിയസ് >10 നമുക്കിവിടെ കിട്ടിയത് കൊണ്ടാണ്.
സോ ഓൺ ദ സർക്കിളിലുള്ള പോയിന്റ് ഏതാണ്? 6, 8 ഈസ് ഓൺ ദ സർക്കിൾ. ദെൻ ക്വസ്റ്റിൻ്റെ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് നമ്മളോട് ചോദിച്ചിരിക്കുകയാണ് റൈറ്റ് ദ കോർഡിനേറ്റ്സ് ഓഫ് 8 പോയിൻറ്റ്സ് ഓൺ ദി സർക്കിൾ. അതായത് ഈ സർക്കിളിലുള്ള ഒരു പോയിന്റ് നമുക്ക് കിട്ടി. ഏതാണ്? 6, 8 എന്ന് പറയുന്നത് ഈ സർക്കിളിലുള്ള ഒരു പോയിൻ്റാണ്. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 8 പോയിൻറ്റ്സ് കണ്ടുപിടിക്കണം. ഈ സർക്കിളിൽ തന്നെയുള്ള 8 പോയിൻറ്റ്സ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പം നമുക്കൊരു കാര്യം അറിയാം. ഇവിടേക്ക് നോക്കുക. ഇതേ സർക്കിളിലുള്ള ഒരു പോയിൻ്റാണ് ഇത്. നമുക്കറിയാം ഇതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് 10 ആണ്. അപ്പം ഇവിടെ എക്സ് കോർഡിനേറ്റ് എന്താണ് വരുന്നത്? എക്സ് കോർഡിനേറ്റ് 10 ആണ് വരുന്നത്. സോ 10, 0 ഒരു പോയിൻ്റ്. ഇനി അത് തന്നെ നമുക്ക് ഇവിടേക്ക് നോക്കാം. ഇവിടെ വരുമ്പോൾ ഇതേത് വരുന്നു? ഇവിടെ ക്വാഡ്രൻറ്റ് മാറി. അതുകൊണ്ട് ഇവിടെ ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എക്സ് കോർഡിനേറ്റിൽ എക്സ് ആക്സിസിലുള്ള ഡിസ്റ്റൻസ് ആണല്ലോ. അതെന്ന് പറയുന്നത് -10. അവിടെ എക്സ് ആക്സിസിൽ വൈ കോർഡിനേറ്റ് എന്ന് പറയുന്നത് 0 ആണ്. സോ -10, 0. അതുപോലെ തന്നെ അതിവിടെ നമുക്ക് എടുക്കാനായിട്ട് പറ്റും. ഇവിടെ ഏത് വരും? ഇതെന്ന് പറയുന്നത് വൈ ആക്സിസിലെ ഡിസ്റ്റൻസ് ആണ്. എക്സ് ആക്സിസിലെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നതോ ഏത് വരും? ഇവിടെ വൈ ആക്സിസിൽ ഏതാണ്? എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് 0 ആണ്. സോ ഇത് 0, 10 നമുക്ക് കിട്ടും. കാരണം ഇവിടുത്തെ വൈഡ് ഇത് റേഡിയസ് ആണല്ലോ. ഇതെന്ന് പറയുന്നത് 10 ആണ്. അതുകൊണ്ട് ഇവിടെ 0, 10 വരുന്നു. ഇവിടെ വരുന്നത് -10, 0. ഇവിടെ നമുക്ക് കിട്ടുന്നത് 10, 0. ഒരു പോയിൻ്റ് കൂടെ കണ്ടുപിടിക്കാനുണ്ട്, ലാസ്റ്റത്തേത്. ഇവിടെ ഇതെന്ന് പറയുന്നത് ഈ സർക്കിളിൻ്റെ റേഡിയസ് ആണ്. അത് വൈ കോർഡിനേറ്റിലാണ്. അതുകൊണ്ട് അത് ഏത് വരും? -10 വരുന്നു ഇവിടെ. ഇവിടുത്തെ വൈ ആക്സിസിൽ എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നതോ 0. സോ നമുക്ക് 4 പോയിൻറ്റ്സ് കിട്ടി. 1, 2, 3, 4. ഇനി നമുക്ക് 4 എണ്ണോടെ കണ്ടുപിടിക്കണം. അതിൽ ഓൾറെഡി ഒരെണ്ണം നമുക്കറിയാം. 6, 8 എന്ന് പറയുന്നത് 6, 8 എന്ന് പറയുന്നത് ഈ സർക്കിളിലുള്ള ഒരു പോയിൻ്റാണ്. അത് ഇതാണ് നമ്മൾ ഊഹിച്ചോളുക. 6, 8 എന്ന് പറയുന്നത് ഇതാണെന്ന് വിചാരിച്ചോളുക. 6, 8. അങ്ങനെയെങ്കിൽ ഇത് ഫസ്റ്റ് ക്വാഡ്രൻറ്റ് കിടക്കുന്നതാണ് 6, 8. ഇത് തന്നെ നമുക്ക് ഇവിടെയും എടുക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അത് സെക്കൻഡ് ക്വാഡ്രൻറ്റ് വരുമ്പോൾ ഏത് വരും? -6, 8 വരുന്നു. സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ അങ്ങനെയാണല്ലോ. എക്സ് ആക്സിസിലെല്ലാം നെഗറ്റീവാണ്. അതുകൊണ്ട് -6, 8 വരുന്നു. ഇനി അത് ഇവിടെ തന്നെ കിട്ടുമല്ലോ ഇവിടെ. അപ്പോൾ അത് ഏത് വരും? തേർഡ് ക്വാഡ്രൻറ്റിൽ രണ്ടും എക്സ് ആക്സിസിലും വൈ ആക്സിസിലുള്ളത് എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും നെഗറ്റീവാണ്. അപ്പോൾ ഏത് വരും? -6, -8. ഈ ക്വാഡ്രൻറ്റിൽ നമുക്ക് കിട്ടും. അതെന്ന് പറയുന്നത് ഏത് വരും? ഓൺ ദ സർക്കിളിലുള്ള പോയിന്റ്. ഇവിടെ എക്സ് ആക്സിസ് എന്ന് പറയുന്നത് ഏത് വരും? 6 വരുന്നു. വൈ ആക്സിസിൽ വൈ കോർഡിനേറ്റ് -8 എന്ന് വരുന്നു. അപ്പം നമുക്ക് 8 പോയിൻറ്റ്സ് ആയി. നമ്മളോട് 8 പോയിൻറ്റ്സ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. ഇതാണ് 10, 0, -10, 0, 0, 10, 0, -10. അതുപോലെ തന്നെ 6, 8. ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ 6, 8 വന്നു. സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ -6, 8. തേർഡ് ക്വാഡ്രൻറ്റിൽ -6, -8. ഫോർത്ത് ക്വാഡ്രൻറ്റിൽ 6, -8. അങ്ങനെ നമുക്ക് 8 പോയിൻറ്റ്സ് കിട്ടി. ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.